ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 3-ാം അധ്യായം യേശു കർത്താവിൻ്റെ ബാപ്റ്റിസത്തെ പറ്റിയാണ് പറയുന്നത്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്: കർത്താവിൻ്റെ വഴിയൊരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. അന്ന് യെരുശലേമിലും യഹൂദദേശക്കാരൊക്കെയും യോർദാൻ്റെ ഇരുകരയുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചതാർ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയിരുന്നു. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് ഓടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകും. അവൻ്റെ ചെരുപ്പ് ചുവപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുപുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർകടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരയെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി: നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്: ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാറേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യേശുവിൻ്റെ സ്നാനം അന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവനോ വളരണം ഞാനോ കുറയണം. അന്നത്തെ വർഷങ്ങൾക്ക് ശേഷം 450 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ഗ്യാപ്പിലാണ് യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത്. ഇവൻ ആരാണ്? ഏലിയാവാണോ? ഇവനാണോ പ്രവാചകൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് വേണേൽ അതൊക്കെ പറയാൻ. ഇല്ലില്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ വലിയ ആളാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ യോഗ്യനല്ല എന്ന്. എന്നാൽ അതേസമയം തന്നെ അവിടുത്തെ ആളുകളെ കണ്ടുകൊണ്ട് കർത്താവ് സർപ്പസന്ധികളിൽ നിന്ന് അവരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ആ ധൈര്യവും ആ മനോഭാവമായിരിക്കണം. അവൻ്റെ ചെരുപ്പെടുക്കാൻ ഞാൻ യോഗ്യനല്ല, അവനോ വളരണം ഞാനോ കുറയണം. അവിടെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനിയും സ്നാനം എന്നത് എപ്പോൾ എങ്ങനെയാണെങ്കിലും സ്നാനം കർത്താവിനോട് ക്രൂശീകരിക്കപ്പെടുവാൻ, ആ ക്രൂശിന് വേണ്ടിയുള്ളൊരു കഴുകലായിരുന്നു യേശുവിൻ്റെ സ്നാനം. കാരണം യാഗവസ്തു കഴുകണം യാഗപീഠത്തിൽ വയ്ക്കുന്നത്. അപ്പോൾ ആ സ്നാനം, എൻ്റെ സ്നാനം നടത്തിയത് അഭിവന്യ CSI സഭയുടെ ആദ്യത്തെ പ്രഥമ മലയാളി ബിഷപ്പ് ജേക്കബ് തിരുമേനിയാണ്. ആ സ്നാനത്തിലൂടെ യേശു കർത്താവിൻ്റെ ക്രൂശ് വഹിക്കാൻ യാഗപീഠത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു അനുഭവം എന്നിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അവിടെയാണ് സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവ് പോലെ ഇവൻ എൻ്റെ പ്രിയപുത്രനെ വലിയ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ഉണ്ടാകും. ആ ശബ്ദം ദൈവപ്രസാദമില്ലാത്ത സ്നാനത്തിലകത്ത് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവായ യേശു കർത്താവിൻ്റെ ക്രൂശ് വഹിക്കാനുള്ള ആവേശമാണെന്ന്, അതിനുള്ള ധൈര്യമാണ്, ഉള്ള ഒന്നാമത്തെ പടിയാണ്, അതാണ് അടിസ്ഥാന പടിയാണ്. എങ്കിൽ മാത്രമേ ഉയർപ്പുള്ളൂ. ആ ഉയർപ്പ് ലഭിക്കുന്നത് അവിടെയാണ്. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയിറങ്ങി പരിശുദ്ധാത്മാവിലാൽ അവരുടെ അനുഭവത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്നാപകനെ പോലെ വിനയത്തിൻ്റെ മനോഭാവം ഞങ്ങളിലുണ്ടാകണം. യേശു കർത്താവ് യോഹന്നാനാൽ സ്നാനമേൽക്കുമ്പോൾ വിനയാതീതനായി ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് കർത്താവെ, സ്നാനത്താൽ
യാഗത്തിനായി യാഗവസ്തുവായി ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സഹായിച്ചാണ്. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് ചൊരിഞ്ഞു കൊള്ളണം. നോമ്പാനന്തര ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം. നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.